ഹലോ നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു രസം തയ്യാറാക്കിയാലോ? മഴക്കാലത്ത് ചൂടുള്ള രസം ഇങ്ങനെ ഊതി കുടിക്കാൻ ഒരു പ്രത്യേക രസമാണല്ലേ. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് ഒരു അടിപൊളി രസം തയ്യാറാക്കാം. അപ്പോൾ ഈ രസം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റും കേട്ടോ. അതിനായിട്ട് ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത് ചുവന്ന തക്കാളി തന്നെ എടുക്കണം. ഇത് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ട് ഉടഞ്ഞു വരണം. ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി കുതിർത്ത് വെക്കാം. കുതിർന്നതിന് ശേഷം നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഉടച്ചു വെച്ചുള്ള തക്കാളി പേസ്റ്റിലേക്ക് ഈ പുളിവെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇതിലേക്ക് ഇനി കുറച്ച് ചേരുവകളൊന്ന് പൊടിച്ചെടുക്കണം. ഒരു 1.5 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ജീരകം, 1.5 ടീസ്പൂൺ മല്ലി, 3 വറ്റൽമുളക്, 4 അല്ലി വെളുത്തുള്ളി. കുരുമുളകും ജീരകവും മല്ലിയും വറ്റൽമുളകും ഒക്കെ ഒന്ന് പൊടിച്ചെടുക്കാം. ഒന്നുകിൽ മിക്സിയുടെ ജാറിൽ പൊടിക്കാം, അല്ലെങ്കിൽ ഇടിക്കല്ലിൽ വെച്ചിട്ട് പൊടിച്ചെടുത്താൽ മതി. അധികം പൊടിഞ്ഞു പോവരുത്, തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്താൽ മതി. വെളുത്തുള്ളി തനിയെ ഒന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓൺ ആക്കിയതിന് ശേഷം ഒരു പാൻ അടുപ്പിലോട്ട് വെക്കാം. ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കടുകും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ കരിവേപ്പിലയും നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. കായപ്പൊടി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള പൊടികളില്ലേ, അതങ്ങ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും കൂടിയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് മൂത്ത് വരുമ്പോൾ നല്ലൊരു മണാട്ടോ. അടുക്കള നിറച്ചും നല്ല മണമാണ്. ഇപ്പോൾ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു തണ്ട് കരിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ 1 കപ്പ് വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തീ കൂട്ടി വയ്ക്കാം. പാകത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അധികം നേരമൊന്നും തിളപ്പിക്കേണ്ട, ഒരു 10 മിനിറ്റ് തിളച്ചാൽ മതി. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയില തണ്ടോട് കൂടിയിട്ട് തന്നെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. മല്ലിയില കുറച്ച് അധികമായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. മല്ലിയിലയുടെ ഫ്ലേവർ രസത്തിന് വളരെ നല്ലതാണ്. വീണ്ടും ഒരു 5 മിനിറ്റും കൂടിയും തിളപ്പിക്കാം. മല്ലിയില ചേർത്തതിന് ശേഷം രസം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. മുക്കാലും നമ്മുടെ രസം ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിൻ്റെ പുളിയും ഉപ്പും എരിവൊക്കെ ഒന്ന് നോക്കട്ടെ കേട്ടോ. എല്ലാം നല്ല പാകമാണ്. പനിയൊക്കെയുള്ള സമയത്ത് രസം ഉണ്ടാക്കുമ്പോൾ കുരുമുളകിൻ്റെ അളവ് കുറച്ച് കൂട്ടിക്കോളൂ കേട്ടോ. രസത്തിൻ്റെ വീഡിയോ ഇടാമോ എന്ന് ഒരാൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടു നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടിയും കൊടുക്കണേ. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ അടിച്ചിടാൻ മറന്നു പോരുത് കേട്ടോ. എങ്കിലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.